സമർത്ഥനായ ഒരു ഭരണാധികാരി ആയിരുന്നു ചിത്രതിരുനാൾ ബാലരാമവർമ്മ. സമർത്ഥനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ തൻ്റെ ദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടായിരുന്നു. തൻ്റെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തെപ്പറ്റി അദ്ദേഹത്തിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, വളരെ കരുത്തനായ ഒരു ദിവാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ദിവാനോട് ആവശ്യത്തിൽ കവിഞ്ഞ വിധേയത്വം അദ്ദേഹം കാണിച്ചിരുന്നു എന്നത് വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാവുന്നൊരു കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ അപകടം ചെയ്തത് അദ്ദേഹത്തിന് സ്വതന്ത്രമായ തീരുമാനം എടുക്കുവാൻ കഴിയാത്തവണ്ണം അദ്ദേഹത്തിൻ്റെ അമ്മയെ ഭയമായിരുന്നു. അമ്മയെ മറികടന്ന് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ അത് ചില നിഴലുണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യവും ഞാൻ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ആ അമ്മയെ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ആയത് എന്നതും ഞാൻ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ മാതിരി അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒരു ഒരു പ്രതികാര ദേവതയാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ആ പ്രതികാര ദേവതയാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വശത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതിന് അവരുടെ ചില പ്രത്യേകതകളെപ്പറ്റി ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിച്ച ഒരാളാണ് ചിത്രതിരുനാൾ ബാലരാമവർമ്മ. അത് ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരാളിന് വ്യക്തിത്വ വികസനത്തിൽ പൂർണ്ണത കിട്ടുകയില്ല. അങ്ങനെ ഒരു പൂർണ്ണത കിട്ടാത്ത ഒരു ഘടകവും ചിത്രതിരുനാളിൽ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അദ്ദേഹം രാജപ്രമുഖനായിട്ട് 1956 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ രാജപ്രമുഖൻ്റെ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. തീർന്നില്ല, മറ്റു പല മുൻ നാട്ടുരാജാക്കന്മാർക്കും നൽകിയ ഗവർണർ പദവി ചിത്രതിരുനാളിന് നൽകിയുമില്ല. അപ്പോഴും അദ്ദേഹം അതിനൊന്നും പരിഭവം പ്രകടിപ്പിച്ചില്ല, പരസ്യമായി എങ്കിലും. എന്ന് മാത്രമല്ല, തന്നെ കാണാൻ വരുന്നവരോടെല്ലാം ഒരു ആവശ്യത്തിൽ കവിഞ്ഞ വിനയം കാണിക്കുമായിരുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എൻ്റെ കണ്ടെത്തൽ ഇതാണ്: സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കാണിച്ച ആ അവിവേകത്തിനുള്ള ഒരു പ്രായശ്ചിത്തമായിരുന്നു ഈ അതിവിനയം. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ചിത്രതിരുനാൾ ബാലരാമവർമ്മയെ കാണാനായിട്ട് ഒരു സന്ദർശകൻ വരികയാണെങ്കിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആയിരിക്കും ഈ സന്ദർശകനെ സ്വീകരിക്കുക. അപ്പോൾ മുൻപ് രാജാവായിരുന്ന ഒരാൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായി സന്ദർശകന് ഇരിക്കാൻ പറ്റുകയില്ല, അയാളും നിൽക്കും. മിക്കവാറും നിന്നുകൊണ്ടായിരിക്കും ആഗതൻ്റെയും ആതിഥേയൻ്റെയും സംഭാഷണങ്ങൾ. അങ്ങനെ ചിലപ്പോൾ ചില ആളുകളുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം കാറിൻ്റെ അടുത്ത് വരെയൊക്കെ പോയിരിക്കും യാത്ര അയക്കാനായിട്ട്. ഒരു ആവശ്യത്തിൽ കവിഞ്ഞ വിനയം അദ്ദേഹം കാണിച്ചിരുന്നു. കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ, തൊട്ടടുത്തുള്ള മൈസൂറിലെ രാജാവോ അല്ലെങ്കിൽ ജയ്പൂരിലെ രാജാവോ അല്ലെങ്കിൽ ഉദയ്പൂരിലെ രാജാവോ അല്ലെങ്കിൽ ബറോഡയിലെ രാജാവോ അല്ലെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളിലെ മുൻ രാജാക്കന്മാർ ഒരിക്കലും കാണിക്കാത്ത ഒരു അതിവിനയം ചിത്രതിരുനാൾ കാണിച്ചിരുന്നു. ഇത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തിൻ്റെ അപൂർണതയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഭക്തനായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വളരെ ദൃഢതയുണ്ടായിരുന്നു, ഒരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അദ്ദേഹം പക്ഷേ സ്വന്തം കുടുംബാംഗങ്ങളിൽ ചിലരോട് കാണിച്ച നിർദ്ദയത്വവും അതുപോലെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വല്യമ്മ, അതായത് അമ്മയുടെ കസിൻ സിസ്റ്ററാണ്. ആ വല്യമ്മ, അതായത് സേതു ലക്ഷ്മി ബായി, റീജൻ്റ് റാണിയായിരുന്നു. ആ റീജൻ്റ് റാണിയോട് കാണിച്ച ഒരു കാർക്കശ്യം,
കുറച്ച് ഖേദകരമായി പോയി എന്ന് പറയാതെ വയ്യ. അതിനെപ്പറ്റിയാണ് അടുത്ത കാലത്ത് ഒരു യുവ ജീവചരിത്രകാരൻ മനോഹരമായൊരു പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ, ആ റാണി താമസിച്ചിരുന്ന, അതായത് സേതു ലക്ഷ്മിബായി താമസിച്ചിരുന്ന കൊട്ടാരം, അത് അവർക്ക് വിട്ടുകൊടുക്കാതെ അതിനുവേണ്ടി ഒരു കേസ് ഉണ്ടായി. ആ കേസിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല. അവസാനം പൂജപ്പുരയ്ക്കടുത്തുള്ള ആ സെറ്റിൽമെൻറ്റ് പാലസ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റെടുത്തതിന് ശേഷം അത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള, അതായത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ നാമധേയത്തിലുള്ള ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അദ്ദേഹം അത് കൈമാറുകയാണ് ചെയ്തത്. ഗിഫ്റ്റായിട്ടല്ല എങ്കിലും നോമിനൽ പ്രൈസിന് അദ്ദേഹം കൈമാറുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ കാണിച്ച ഒരു ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവവും നമ്മൾ അറിയേണ്ടതായിട്ട് ഉണ്ട്.